ഏതൊരു സംസ്ഥാനത്തും BJP വളരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ SIR നടപ്പിലാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റിയ വോട്ടർ പട്ടികയല്ലല്ലോ ഇത്. 2014 2019 2024 നരേന്ദ്രമോദിയെയും ടീമിനെയും അധികാരത്തിലേറ്റുമ്പോൾ ഈ വോട്ടർ പട്ടികയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പൊടുന്നനെയാണ് വോട്ടർ പട്ടികയിൽ ഓൾട്ടറേഷൻ വരുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2024 അവസ്ഥ എന്നത് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോ തന്നെ നരേന്ദ്രമോദിയും കൂട്ടരും ഒന്ന് ഭയപ്പെട്ടു. രാജ്യം നഷ്ടപ്പെടുമോ? തങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം എന്നേക്കുമായി ഇനി നഷ്ടപ്പെടാനുള്ള സൂചനയാണോ? 1653 BJP MLA-മാരെയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ പല വളഞ്ഞ വഴിയിലൂടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയും സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ MLA-മാരുടെ കണക്കാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എങ്ങനെ വരാതിരിക്കും? ഗ്യാനേഷ് BJPയുടെ ഹെഡ് ഓഫീസിന്റെ ഐശ്വര്യമായി ഇരിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിക്കും എന്ന് തന്നെയാണ് കൃത്യമായി അണികൾ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബീഹാറിൽ ഐക്യ ജനതാദളിന് ഇനി പിണങ്ങിപ്പോയാൽ പോലും RJD-യുമായി ഒരു സഖ്യമുണ്ടാക്കി മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയില്ല. BJP ആ രീതിയിലാണ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കളികളെ. പല സ്ഥലത്തും BJP നേതാക്കൾ ജയിച്ചപ്പോൾ കിട്ടിയ വോട്ടുകളുടെ എണ്ണമാണ് ഏറ്റവും രസം. പലയിടത്തും ആ വോട്ടുകളുടെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അക്കങ്ങൾ തിരിച്ചും മറിച്ചും ഇടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പരിഹസിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ചകളിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പലരും പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 കോടിയിലധികം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയെന്ന്. അതായത് മൊത്തം പോള് ചെയ്തത് 4,90,00,000 വോട്ടുകളാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7 കോടിയിലധികം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി. കമ്മീഷന്റെ ഒരു ജാഗ്രത നോക്കണേ. 3 കോടിയിലധികം വോട്ടർമാരെ ഒഴിവാക്കിയെങ്കിൽ എന്താ, 3 കോടിയിലധികം പുതിയ വോട്ടർമാരെ എണ്ണി തിട്ടപ്പെടുത്തിയില്ലേ അവർ. പക്ഷെ BJPക്കാണ് കൊടുത്തത് എന്ന് മാത്രം അങ്ങനെ വരുത്തി തീർത്തു. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് അവകാശപ്പെടുത്താനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് BJPക്ക് വോട്ട് കൊടുത്താൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായി ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ SIR നടപടികൾ പോലും ആവശ്യമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകും എന്ന് സാരം ആകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ.